മലയാള സിനിമാ പ്രേമികൾ ഈ മാസം വളരെയധികം ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ടൊവിനോ തോമസ് നായകനെത്തുന്ന നരിവേട്ട എന്ന് പറയുന്ന സിനിമ. എബിൻ ജോസഫ് കഥ എഴുതി അനുരാജ് മനോഹർ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സിനിമ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു വലിയ വിജയമാവാനുള്ള സാധ്യതയുണ്ട്. കാര്യം മറ്റൊന്നല്ല, ഈ സിനിമയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അത് അതേപോലെ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ വലിയൊരു വിജയമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മലയാള സിനിമ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ മറ്റുള്ള ഇൻഡസ്ട്രികളേക്കാൾ വലിയ ഒരു കുതിപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഈ വർഷം മലയാള സിനിമ ഇന്ത്യൻ സിനിമ ലോകത്ത് തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കുതിപ്പിലേക്ക് കുറച്ചുകൂടി മാറ്റുകൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും നരിവേട്ട എന്ന് പറയുന്ന സിനിമ. കാരണം മറ്റൊന്നല്ല, ഈ സിനിമ നമ്മുടെ നാട്ടിലുണ്ടായ കുറച്ച് കാര്യങ്ങളെ ആസ്പദമാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സിനിമയാണ്. അതായത് ഇവിടെ സ്വത്തിനും ജീവനും അതുപോലെ തന്നെ നിലനിൽപ്പിനും വേണ്ടി പൊരുതുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധിക്കുന്ന ആളുകളെ ഭരണകൂടം എങ്ങനെയാണ് അടിച്ചമർത്തുന്നത്, പോലീസ് മുഖേന എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അടിച്ചമർത്തിയത് എന്ന് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരികയാണ്. ഈ കാണിച്ചു തരുമ്പോൾ ഈ സിനിമയിലൂടെ പല മുഖമൂടികളും അഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. പ്രതീക്ഷിച്ച പോലെ സിനിമ കൈകാര്യം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഇതിന്റെ അണിയറക്കാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പോരാത്തതിന് സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ് നായകനെത്തുന്ന സിനിമയാണ്. അതേപോലെ തന്നെ കൂടെ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭയും അതുപോലെ തന്നെ ചേരൻ എന്ന് പറയുന്ന തമിഴിലെ ഒരു അതുല്യ കലാകാരനും കൂടിയിട്ട് സിനിമയിൽ വരുന്നുണ്ട്. അത് വെറുതെ വന്ന ഒരു സിനിമ ചെയ്ത് പോകാനായിരിക്കില്ല, തക്കതായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും ഈ പറയുന്ന രണ്ട് കഥാപാത്രത്തിനും. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ പാട്ടുകളും അതുപോലെ തന്നെ ട്രെയിലറും. ഈ രണ്ട് കാര്യങ്ങളും വലിയ ഹിറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും കണ്ടവര് ഈ സിനിമ കാണാൻ വേണ്ടി വളരെയധികം ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇഷ്ക് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനായിട്ടുള്ള അനുരാജ് മനോഹർ എന്ന് പറയുന്ന അയാൾ തന്നെയാണ് ഈ സിനിമയുടെ സംവിധായകൻ. അപ്പൊ എന്തായാലും രണ്ടാമത്തെ സിനിമ ആദ്യ സിനിമയേക്കാൾ ഒരുപടി മുന്നിലായിരിക്കാൻ പരമാവധി ശ്രമിക്കും. അതെന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയി കാണാനും സാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പിന്നെ ഇതിനൊക്കെ പുറമെ ഇപ്പൊ മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക് പശ്ചാത്തല സംഗീതം കൊണ്ട് എത്തിക്കുന്ന ഒരു മാന്ത്രികനായിട്ടുള്ള ഒരു കലാകാരനാണ് ജെയ്ക്സ് ബിജോയ് എന്ന് പറയുന്ന ആള്. അദ്ദേഹമാണ് സിനിമയിൽ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ്. അതായത് സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും വലിയ വലിയ കലാകാരന്മാരാണ്, വലിയ വലിയ കഴിവുള്ളവരാണ്. ഈ കഴിവുള്ളവരെല്ലാവരും ചേരുമ്പോൾ ഒരു വലിയ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്താൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ സിനിമ ആദ്യ ദിവസം തന്നെ കാണാൻ പോകുന്നുണ്ട്. പോയി വന്നതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം, ഈ സിനിമ എങ്ങനെയുണ്ട്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണോ, നമ്മൾ കാശ് കൊടുത്താൽ മുതലാവുമോ, ഇതിൽ എന്തൊക്കെയാണ് രാഷ്ട്രീയം പറയുന്നത്, എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊക്കെ വളരെ വിശദമായി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക്